അതെ, വായി നോക്കി നടന്നാ ഇങ്ങനെ ഇരിക്കും. നാളെ പോയി കുളിക്കണം. അവൾക്കുള്ളത് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. നീ ഇപ്പൊ ചെയ്യുന്നൊന്നും ശരിയല്ല എത്തു, തീരെ ശരിയല്ല. ഒന്നുമില്ല, അവളൊരു പെൺപിള്ളേരോട് കണക്ക് കേൾക്കുന്നേ ആൺപിള്ളേർക്ക് കയറുന്ന പണിയല്ല. കുറെ നേരമായല്ലോ നിനക്കെന്താ അവളോട് ഇത്ര സെന്റിമെന്റ്സ്? അതിപ്പോ എത്ര ചോദിക്കാനുണ്ടോ? നേരാ, എനിക്ക് അവളോട് ഇത്തിരി സെന്റിമെന്റ്സ് ഉണ്ട്. എനിക്ക് അവളെ ഇഷ്ടാ. അതിനിപ്പോ ഒരു പുത്തിരിയല്ലല്ലോ, ഒരു കോലിൽ ഇത്തിരി തുണി ഇട്ടി തന്നാ നീ അതിനെയും കയറി ലൈനാക്കില്ലേ? ഇത് അതുപോലുള്ള പ്രേമൊന്നുമല്ല, ഇറ്റ്സ് എ റിയൽ ലവ്. അയ്യടാ, ഇത് ഞങ്ങൾ കുറെ കേട്ടതാ. ആ എലിസബത്തിനെയും സുമിതയൊക്കെ ആദ്യം കണ്ടപ്പോൾ നീ ഇത് തന്നെയല്ലേ പറഞ്ഞത്? പരിശുദ്ധവും പരിഭാവനവുമായ പ്രണയബന്ധം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചങ്കോർന്ന് കാട്ടാനൊന്നും എന്നെ കൊണ്ടാവില്ലല്ലോ. നിങ്ങൾ കാത്തിരുന്ന് കണ്ടോ, ഞാൻ അവളെ സ്വന്തമാക്കും. അന്ന് കാക്ക പറന്ന് മലക്കും. അതെ അതെ, മറന്നു പലക്കും. അതിനാ ആ പൂ കയറാൻ ഞാൻ ഒരാൾക്ക് സമ്മാനിക്കാൻ പറ്റിയിരിക്കുന്നു. മനസ്സിലായി, ആ ഭദ്രാളിക്കല്ലേ? അതെ. എടാ, ഈ പൂ കൊടുത്ത് ലൈനാക്കുന്നതൊക്കെ 60കളിലെ സിനിമയ്ക്കകത്തുള്ള നമ്പറാ. ഇപ്പോഴത്തെ പെമ്പിള്ളാര് ഒരു പൂവിലൊന്നും വീഴില്ല. പിന്നെന്താ, പൂങ്കുല കൊടുക്കണോ? എടാ, കൊടുക്കേണ്ടവൻ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട പോലെ കൊടുത്താ ഏത് പെണ്ണും വീഴും. എന്നാ പിന്നെ കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട പോലെ കിട്ടേണ്ട സ്ഥലത്ത് ഇനി കിട്ടിയിരിക്കും. ഹായ്. ഇന്നലെ വീണ്ടും കാണാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. അത് പിന്നെ വേറെ ഒരു ഗൗരവമുള്ള പ്രശ്നത്തിൽ പെട്ടുപോയി. അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, പ്രശ്നം, ആ ഒരു പ്രശ്നം മയമായിപ്പോയി. ഇവന്റെ പ്രശ്നം മുഴുവൻ അറിയണമെങ്കിൽ പ്രശ്നം വെച്ച് നോക്കണം. സഹോദരമാക്കല്ലേ, മാക്കില്ല. ഇത് ആർക്കാ പൂവല്ല, റോസാ പൂവാ. ഞാൻ ഈ പൂക്കളുടെ ഒരു ആരാധകനാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പനിനീർ പൂക്കൾ. അയ്യോ, ഇതത്ര നല്ല പൂവല്ല. ഇത് പിന്നെ കുന്നംകുളം മേട, കലർപ്പില്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ്. അത് സൂക്ഷിക്കണം, മൊത്തത്തിൽ ഇവനൊരു ഡ്യൂപ്ലിക്കേറ്റാ. എന്നാലും തല ചൂടാല്ലോ. ഇനി ഏത് പൂ കൊടുക്കും? എല്ലാം ഒരു ദീർഘവീക്ഷണത്തോടെ കാണുന്നവനായി ശോഭനം നിനക്ക് ഇപ്പൊ മനസ്സിലായോ? അവള് വരുന്നുണ്ട്, നീ കുറച്ച് അകലേക്ക് മാറിയുന്നു. ഇല്ല, എല്ലാം ചളാവും. അതെന്താ, നിന്നെക്കാൾ എനിക്ക് അല്പം ഗ്ലാമർ കൂടുതലായതുകൊണ്ട് അവൾ എന്നെ കയറി പ്രേമിക്കുന്നതായിരിക്കും അല്ലേ? എക്സ്ക്യൂസ് മീ, എന്താ? ഇതൊരു പനിനീർ പൂവാണ്. അങ്ങനെ അല്ല, നമ്മുടെ സൗഹൃദം ഈ പനിനീർ പൂവിലൂടെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ശോഭൻ, ഇന്നെന്താ പതിവില്ലാതൊരു പൂവൊക്കെ ആയിട്ട്? എനിക്കായിരിക്കും അല്ലേ? റോസാവളങ്ങൾ എന്റെ റോസിക്കല്ലാതെ പിന്നെ ആർക്കാ? അവിടെ നിന്ന് റേഷൻ മേടിക്കണം. ഹലോ, ബിനു എന്നാണല്ലേ പേര്? ആ പൂവ് എവിടെ? ഓ, അത് തനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഞാൻ കളഞ്ഞു. അത് നല്ല പൂവല്ല, ചീത്ത പൂവാ. എനിക്ക് തീരെ ഇഷ്ടമായില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു, അതിന് തന്നേക്ക്. അത് പിന്നെ അത് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. കുരിശായാലും പിശാച് അവിടെ പോയി. കോളേജിൽ അവൻ ടെസ്റ്റ് ചെയ്യാൻ പോയില്ലെന്ന് ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം. ലോളം കൊണ്ട് തന്ന എന്താണ് പൂ? എന്താ പ്രശ്നം? എന്താ ഈശ്വര, എന്റെ പൂ ചതഞ്ഞു പോയല്ലേ? ചതഞ്ഞു പോയല്ലേ? ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന മാതിരിയുണ്ട്. ഹലോ. ഹലോ. ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി. അതിനെന്താ? എന്റെ പേര് സുന്ദരേശൻ. നല്ല പേര്. ഹൗ, ആശ്വാസമായി. അതെന്താ, പേര് മോശമാണെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ? അതുകൊണ്ടല്ല, നിങ്ങളൊക്കെ ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ടല്ലോ എന്നോർത്താ. നമ്മുടെ നാട്ടിലെ കൾച്ചറൽ മഹാബോറാ. അങ്ങ് അമേരിക്കയിലൊന്നും അങ്ങനെയല്ല. അപ്പോ അമേരിക്ക പോയിട്ടുണ്ടോ? പിന്നെ പ്രീഡിഗ്രിക്ക് ഞാൻ അവിടെയാ പഠിച്ചത്. അപ്പൊ അമേരിക്കയിലൊക്കെ എങ്ങനെ? നല്ല രസമായിരിക്കും അല്ലേ? രസമായിരിക്കുന്നോ? ഇവിടുത്തെ എല്ലാം ഓപ്പോസിറ്റ് അല്ലേ? ഇവിടെ നൈറ്റ് ആയിരിക്കുമ്പോ അവിടെ ഡേ ആയിരിക്കും, അവിടെ ഡേ ആയിരിക്കുമ്പോ ഇവിടെ പകലായിരിക്കും. പിന്നെ ഇവിടെ ഞാനൊക്കെ കാറോടിക്കുന്നത് ഇടതുവശത്ത് കൂടാ. അവിടെ സായിപ്പന്മാര് കാറോടിക്കുന്നത് വലതുവശത്ത് കൂടാ. പിന്നെ ഇവിടൊക്കെ പെണ്ണുങ്ങള് പ്രസവിക്കുന്നത് കല്യാണത്തിന് ശേഷമാ, അവിടൊക്കെ കല്യാണത്തിന് മുമ്പാ. പിന്നെ ഒരു വ്യത്യാസം കൂടെ ഉണ്ട്. അവിടെ ആൾക്കാര് നല്ല തടിച്ച് വെളുത്തിരിക്കും. ഇവിടെ ആൾക്കാര് ഇതുപോലെ തോട്ടി പോലെ ഇരിക്കും. നല്ല ചെരുപ്പാണല്ലേ? കാലേക്കാരി ചവിട്ടല്ലോ, കളിക്കല്ലേ. പുതിയ ഉണ്ടമ്പര് പൈസ വെച്ച് വേണമെങ്കിൽ ബീയിക്കാം.
അല്ല കൊള്ളാം. മോനൊരു തമാശ. എന്റെ മോൻ ദാ ഇവിടെ തമാശ അല്ലാണ്ട് വേറെ എന്താ? പോടാ കൊരങ്ങ. കളിക്കല്ലേ ദാ സുബൈറെ, നിന്റെ വീട്ടിലെ സർവന്റ് ദേ നിന്നെ അന്വേഷിച്ച് ക്യാമ്പസ് മുഴുവൻ ചുറ്റുന്നുണ്ട്. എവിടെ? പുറത്ത്. ബാപ്പ നിനക്ക് ചെലവുള്ള കാശ് കൊടുത്തുവിട്ടായിരിക്കും. ചെല്ല് ഇന്ന് നിന്റെ അക്കൗണ്ടിൽ ഒരു പെഗ്ഗെങ്കിലും വീശണം. നിങ്ങളൊക്കെ എങ്ങനെയാ പരീക്ഷയിൽ പാസ്സാവണത്? ആ, കളിക്കല്ലേ? പോടാ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഹോസ്റ്റലിൽ വന്നാൽ മതിയെന്ന്. കോളേജിൽ വന്നാലത്തെ സ്ഥിതി ഇപ്പൊ കണ്ടില്ലേ? അതൊന്നും സാരമില്ല മോനെ, പിള്ളാരല്ലേ. ഇതൊക്കെ ഒരു കളിതമാശയായിട്ട് കാണാൻ ഞമ്മക്ക് കഴിയും. ഞമ്മള് വന്നത് ദേ തരാനാണ്. ഒരുപാട് ജോലി തിരക്കിനിടയ്ക്ക് ബാബ ആകാശം വിട്ടുപോയി. നാളെ ഫീസ് കൊടുക്കേണ്ടതാണല്ലോ. നേരം വൈകിയതുകൊണ്ടാണ് ഞമ്മള് തന്നെ ഇവിടെ കൊണ്ട് തരാന്ന് വെച്ചത്. അപ്പൊ ഞമ്മള് നിൽക്കണില്ല, പോവാണ്. അല്ല മോനെ, അല്ല വീട്ടിൽ ചെന്ന് വിശേഷമെങ്കിലും പറയാനുണ്ടാ? ആരോട്? ബാപ്പോട്. നല്ലോണം പഠിക്കുന്നുണ്ടെന്നും നല്ല കുട്ടിയാണെന്നൊക്കെയാണ് ബാപ്പയുടെ വിചാരം. അത് തെറ്റിച്ചിട്ടില്ലല്ല. ഞമ്മക്കറിയാം മോനങ്ങനെ ബൈരേറ്റി പോവില്ല എന്ന്. വരട്ടെ. എന്താ ശോഭൻ? ഒന്നുമില്ല സാർ, ഒന്നുമില്ല. മഹാനാണക്കടായി. സോറി. എന്താണ് കുടുംബം പിടിച്ച മതി അണ്ണാ, രതി ടീച്ചറുടെ പൂമേലി കൊണ്ട ശരീരമല്ലേ ഇത്? ഈ ഉള്ളവൻ അണ്ണനെങ്കിലും ചുംബിച്ച് ആത്മ